welcome to Kiddo Heaven. Hi kids, how are you? I hope you all are fine. Okay, today we will learn a new letter. ഇന്ന് നമ്മൾ ഇംഗ്ലീഷിലെ ഒരു പുതിയ ലെറ്റർ ആണ് പഠിക്കാൻ പോകുന്നത്. Still now we have the letters from A to N. നമ്മൾ A മുതൽ N വരെയുള്ള ലെറ്റേഴ്സുകൾ എഴുതാൻ പഠിച്ചു, അതിന്റെ സൗണ്ട്സ് പഠിച്ചു, വേർഡ്സ് ഒക്കെ പഠിച്ചു അല്ലേ? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് N കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത ലെറ്റർ ആണ്. അതിനു മുമ്പ് നിങ്ങൾ എല്ലാവരും ഒന്ന് A മുതൽ N വരെയുള്ള ലെറ്റേഴ്സുകൾ ഒന്ന് പറഞ്ഞേ. എന്റെ കൂടെ തന്നെ പറയണേ. A B C D E F G H I J K L M N. എന്ന് കഴിഞ്ഞാൽ അടുത്ത ലെറ്റർ ഏതാണെന്നറിയോ? ഞാൻ പറയട്ടെ. O. O. ഒന്ന് ഉറക്കെ പറഞ്ഞേ. O. അപ്പൊ നമ്മൾ ഇനി ഏത് ലെറ്ററാ പഠിക്കാൻ പോകുന്നത്? ഒന്ന് പറഞ്ഞേ. O. നമ്മളൊന്ന് ഉറക്കെ പറഞ്ഞേ. O. 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 O ലെറ്ററിന് എന്തുണ്ടായിരിക്കും? ക്യാപിറ്റൽ ലെറ്റർ O ഉണ്ടായിരിക്കും, പിന്നെ സ്മോൾ ലെറ്റർ O ഉണ്ടായിരിക്കും. നമുക്ക് അത് രണ്ടും എങ്ങനെ എഴുതാമെന്ന് നോക്കിയാലോ? എളുപ്പമാണ് കേട്ടോ. ഇംഗ്ലീഷ് ആൽഫബറ്റിൽ എളുപ്പത്തിൽ എഴുതാൻ പറ്റുന്ന ലെറ്റർ ആണ് O. എങ്ങനെ എഴുതാന്നറിയോ? Draw a big circle. This is capital letter O. This is capital letter O. ഒരു ബിഗ് സർക്കിൾ വരച്ചാൽ എന്തായി? ക്യാപിറ്റൽ ലെറ്റർ O. ഇനി സ്മോൾ ലെറ്റർ O എങ്ങനെ എഴുതാന്ന് അറിയോ? Draw a small circle. This is small letter O. ഒരു ബിഗ് സർക്കിൾ വരച്ചാൽ എന്തായി? ക്യാപിറ്റൽ ലെറ്റർ O. ഒരു സ്മോൾ സർക്കിൾ വരച്ചാൽ എന്തായി? സ്മോൾ ലെറ്റർ O. ബിഗ് സർക്കിൾ വരച്ചാൽ എന്തായി? ക്യാപിറ്റൽ ലെറ്റർ O. സ്മോൾ സർക്കിൾ വരച്ചാൽ എന്തായി? സ്മോൾ ലെറ്റർ O. മനസ്സിലായില്ലേ? This is capital letter O. This is small letter O. This is capital letter O. This is small letter O. This is capital letter O. This is small letter O. എളുപ്പല്ലേ? എഴുതാൻ എളുപ്പല്ലേ? ഓക്കേ, ഇനി നമുക്ക് ഈ O ലെറ്ററിന്റെ സൗണ്ട് പഠിച്ചാലോ? ഈ O ലെറ്ററിന് രണ്ട് സൗണ്ട്സ് വരുന്നുണ്ട്. ഏതൊക്കെയാണെന്നറിയോ? O ലെറ്ററിന് O സൗണ്ടും വരുന്നുണ്ട്, ആ സൗണ്ടും വരുന്നുണ്ട്. O ലെറ്ററിന് രണ്ട് സൗണ്ട്സ് വരുന്നുണ്ട്. ഏതൊക്കെയാണ്? O സൗണ്ടും വരുന്നുണ്ട്, ആ സൗണ്ടും വരുന്നുണ്ട്. O ലെറ്ററിന് O സൗണ്ടും വരുന്നുണ്ട്, ആ സൗണ്ടും വരുന്നുണ്ട്. ഓർത്ത് വെക്കണേ. ഓക്കേ, ഇനി നമുക്ക് ഈ O ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു 4 വേർഡ്സ് പഠിക്കാനുണ്ട്. അപ്പൊ ഞാൻ അതിന്റെ ചിത്രങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫസ്റ്റ് വൺ, ഇതൊരു ബേർഡ് ആണ് അല്ലേ? വെരി ഗുഡ്, ബേർഡ് ആണ്. ഈ ബേർഡിന്റെ നെയിം എന്താണെന്നറിയോ? ഈ ബേർഡിന് O ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു നെയിം ഉണ്ട്. അത് ഏതാണെന്നറിയോ? ഞാൻ പറയട്ടെ. ഔൾ. എന്താണ്? ഔൾ. ഒന്ന് പറഞ്ഞേ. ഔൾ. ഔൾ എന്ന് പറഞ്ഞാൽ ആരാ? മൂങ്ങ. മൂങ്ങയ്ക്കാണ് ഔൾ എന്ന് പറയുന്നത്. ഒന്ന് പറഞ്ഞേ. ഔൾ. ഒന്നുകൂടെ ഒന്ന് ഉറക്കെ പറഞ്ഞേ. ഔൾ. ഓക്കേ, മൂങ്ങക്കാണ് ഔൾ എന്ന് പറയുന്നത്. ഈ ഔളിന് ഒരു പ്രത്യേകത ഉണ്ടല്ലോ, അത് ആർക്കെങ്കിലും അറിയോ? എന്താണ്? ആ രാത്രിയില് കണ്ണ് കാണുന്ന ഒരു ബേർഡാണ് ആര്? ഔൾ. ഇതിന് രാത്രി മാത്രമേ കണ്ണ് കാണാൻ സാധിക്കുള്ളൂ. ഇതിനെന്താ പറയാ? ഔൾ. ഒന്ന് പറഞ്ഞേ. ഔൾ. ഒന്നൊന്ന് ഉറക്കെ പറഞ്ഞേ. ഔൾ. ഓക്കേ, അപ്പൊ ഞാൻ ഈ ഔളിനെ ഇവിടെ ഒട്ടിക്കാൻ പോവാണേ. ഓക്കേ, ഇനി നമുക്ക് അടുത്തത് ഏതാ നോക്കിയാലോ? ഇതെന്താണ്? ഇതൊരു വെജിറ്റബിൾ ആണ് അല്ലെ? ഈ വെജിറ്റബിളിന് O ലെറ്റർ വെച്ചിട്ട് നെയിം പറയും. അതെന്താന്ന് ആർക്കെങ്കിലും അറിയോ? ഞാൻ പറയട്ടെ. അനിയൻ. ഒന്ന് പറഞ്ഞേ. അനിയൻ. അനിയൻ. അനിയൻ എന്ന് വെച്ചാൽ എന്താ?
ഉള്ളി. ഉള്ളിക്കാണ് എന്ത് പറയുന്നത്? അനിയൻ. ഒന്ന് പറഞ്ഞേ, അനിയൻ. ഒന്നുകൂടെ ഒന്ന് ഉറക്കെ പറഞ്ഞേ, അനിയൻ. ഓക്കെ, അപ്പൊ ഞാൻ ഈ അനിയൻ ഇവിടെ ഒട്ടിക്കാൻ പോവാണേ. ഓക്കെ, ഇനി അടുത്ത പിക്ചർ പരിചയപ്പെടാം. എന്താണ്? നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ട് ആണ് അല്ലേ? ഈ ഫ്രൂട്ടിന്റെ നെയിം എന്താണെന്ന് അറിയോ? ഓറഞ്ച്. 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 ഒന്ന് ഉറക്കെ പറഞ്ഞേ, ഓറഞ്ച്. ഇതിന്റെ പ്രത്യേകത എന്താ? ഈ നെയിമില് നമ്മളൊരു കളറും പഠിച്ചിട്ടുണ്ട് അല്ലേ? ഓറഞ്ച് കളറും വരുന്നുണ്ട്, പിന്നെ ഫ്രൂട്ടും വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ഈ ഓറഞ്ച് ഇവിടെ ഒട്ടിക്കാൻ പോവാണേ. ഇപ്പൊ നമ്മള് 3 വേർഡ്സ് പഠിച്ചു. ഏതൊക്കെയാണ്? O for owl, O for onion, O for orange. ഇനി ലാസ്റ്റ് പിക്ചർ എഴുതാൻ നോക്കാം. ഇതാരാണ്? ആരാണ്? നമ്മള് മലയാളത്തില് എന്ന അക്ഷരം വെച്ചിട്ട് ഋഷഭം എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഇതിന് ഇംഗ്ലീഷില് O ലെറ്റർ വെച്ചിട്ട് ഒരു പേര് പറയും. അതെന്താണെന്നറിയോ? ഓക്സ്. ഓക്സ്. എന്താണ്? ഓക്സ്. ഒന്ന് പറഞ്ഞേ, ഓക്സ്. ഓക്സ് എന്ന് വെച്ചാൽ ആരാ? കാള. കാളക്കാണ് ഓക്സ് എന്ന് പറയുന്നത്. ഒന്ന് പറഞ്ഞേ, ഓക്സ്. ഓക്സ്. ഓക്കെ, ഇനി എല്ലാവരും ഇവിടെ നോക്കിക്കേ. നമുക്ക് ഇതൊന്നുകൂടെ ഒന്ന് പറഞ്ഞു നോക്കിയാലോ? ഓക്കെ, ക്യാപിറ്റൽ ലെറ്റർ O, സ്മോൾ ലെറ്റർ O. ഓക്കെ, 2 സൗണ്ട് വരുന്നുണ്ടല്ലോ. ഏതൊക്കെയായിരുന്നു? O സൗണ്ട്, O ആൻഡ് A. ഓക്കെ, O ലെറ്ററിന് 2 സൗണ്ട് വരുന്നുണ്ട്. O സൗണ്ടും വരുന്നുണ്ട്, A സൗണ്ടും വരുന്നുണ്ട്. ഓക്കെ, O for owl, O for onion, O for orange, O for ox. ഓക്കെ, ഇവിടെ നോക്കിക്കേ. ഔൾ, അനി എന്ന് പറയുമ്പോ O ലെറ്ററിന് ആ സൗണ്ട് ആണ് വരുന്നത്. ഔൾ, അനിയൻ. ഇവിടെ O ലെറ്ററിന് ആ സൗണ്ട് ആണ് വരുന്നത്. ഇവിടെ നോക്കിക്കേ. ഓറഞ്ച്, ഓക്സ്. ഓറഞ്ച്, ഓക്സ്. ഇവിടെ O ലെറ്ററിന് O സൗണ്ട് ആണ് വരുന്നത്. മനസ്സിലായോ? O ലെറ്ററിന് 2 സൗണ്ട് വരുന്നുണ്ട്. ആ സൗണ്ടും വരുന്നുണ്ട്, O സൗണ്ടും വരുന്നുണ്ട്. ഓക്കെ, ഔൾ, അനിയൻ എന്ന് പറയുമ്പോ ആ സൗണ്ട് ആണ് വരുന്നത്. ഓറഞ്ച്, ഓക്സ് എന്ന് പറയുമ്പോ O സൗണ്ട് ആണ് വരുന്നത്. ഓക്കെ, ഇനി എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തേ. അതിൽ പേജ് നമ്പർ 30 എടുത്തോ. അതില് ഏത് ലെറ്റർ എടുത്തിട്ടുണ്ട്? ക്യാപിറ്റൽ ലെറ്റർ O, സ്മോൾ ലെറ്റർ O. ഈ 2 ലെറ്റേഴ്സും നിങ്ങളൊന്ന് കളർ ചെയ്യണം. ഓക്കെ, പിന്നെ O ലെറ്ററിൽ പഠിച്ച പിക്ചേഴ്സുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് പറഞ്ഞേ? ഔൾ, ഓറഞ്ച്, അനിയൻ, ഓക്സ്. വെരി ഗുഡ്. പിന്നെ ഇവിടെ താഴെ ബോക്സില് ക്യാപിറ്റൽ ലെറ്റർ O, സ്മോൾ ലെറ്റർ O എഴുതാനുള്ള ബോക്സസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും വൃത്തിയായിട്ട് ഈ ബോക്സിൽ ക്യാപിറ്റൽ ലെറ്റർ O ആൻഡ് സ്മോൾ ലെറ്റർ O എഴുതി പഠിക്കാം. എഴുതാൻ സിമ്പിൾ അല്ലേ? എങ്ങനെ എഴുതും? ഒരു ബിഗ് സർക്കിൾ വരച്ചാൽ എന്തായി? ക്യാപിറ്റൽ ലെറ്റർ O. ഒരു സ്മോൾ സർക്കിൾ വരച്ചാൽ എന്തായി? സ്മോൾ ലെറ്റർ O. എളുപ്പല്ലേ? ഓക്കെ, എന്നാ വേഗം ടെക്സ്റ്റ് ബുക്ക് എടുത്ത് എഴുതിക്കോളൂ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. Like and subscribe.